ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നെനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 2000 കഴിഞ്ഞു കേട്ടോ. 2002 അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ട എല്ലാവർക്കും, ഇതിന് മുമ്പ് കണ്ടവർക്കും ഇപ്പോൾ കാണുന്നവർക്കും ഇനി പുതിയതായിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും എല്ലാം അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ ഉണ്ടാവണം, എല്ലാവരും കൂടെ നിൽക്കണം. അത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല, കാരണം എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഒന്നോ രണ്ടോ പേരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അപ്പോൾ അത് മറ്റുള്ളവർക്കൊരു വിഷമമാവും. അതുകൊണ്ട് ഒരാളുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ഈ 2002 പേർക്കും എൻ്റെ സ്നേഹവും കടപ്പാടും എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഒരു മാങ്ങ ഇന്നലെ നുറുക്കി വെച്ചാണ്. ഇത് ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ ഇന്നലെ. അപ്പോൾ അതിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുക. നമ്മളിവിടെ കല്യാണത്തിനൊക്കെ സദ്യക്ക് ചേർക്കില്ല എന്നമാതിരി. പിന്നെ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഇത് ഇന്നലെ ഉപ്പിട്ട് വെച്ച കാരണം നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കല്യാണത്തിന് സദ്യക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. ഇതൊരു മൂവാണ്ടൻ മാങ്ങയാണ്, കിട്ടിയപ്പോൾ ഇട്ട് വയ്ക്കാതെ തോന്നി. ഇത് കുറേ കാലം ഇരിക്കുമല്ലോ. ഇത്തിരി നല്ലെണ്ണയൊക്കെ ചൂടാക്കി തണുപ്പിച്ചിട്ട് ഒഴിച്ച് വെച്ചാൽ കുറേ കാലം ഇരിക്കും. പിന്നെ എരിവ് വേണ്ടവർ അതുപോലെ ചേർക്കുക. നല്ല എരിവ് വേണമെന്നുള്ളവർ അതുപോലെ ചേർക്കുക. ഇത് ചൂടാക്കാൻ പാടില്ല കേട്ടോ, അടുപ്പിൽ വെച്ച് ചൂടാക്കരുത്. 2 മാങ്ങയൊക്കെ തിരിച്ചാണ് ഞാൻ വാങ്ങിയായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇങ്ങോട്ട് വറുത്തിടുക ചെയ്യുക. അതിലേക്ക് വേണ്ടി ഞാൻ കടുകും മുളക് ഉലുവ കറിവേപ്പില, പിന്നെ ഇതിൽ ഞാൻ കായം പൊടിച്ചിടുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ കായം എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിയെക്കാട്ടിലും നമ്മൾക്ക് ഇങ്ങനത്തെ കായം എടുക്കുന്നതാണ് നല്ലത്. ഇത് നല്ലോണം മൂപ്പിച്ച് പൊടിച്ച് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത്, ഞാൻ വറുത്ത് വെച്ചിട്ട് ഞാൻ പിന്നീട് ഇതിൽ പൊടിച്ചിടും. അതുപോലെ തന്നെ നല്ലെണ്ണ കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അത് ആറിയതിന് ശേഷം ഇതിലൊഴിച്ചിട്ട് എടുത്ത് വയ്ക്കുന്നതാണ്. കറിവേപ്പില പൊട്ടിയിട്ടുണ്ട്. തീ ഓഫാക്കാം. നമുക്ക് ഒന്നുകിൽ മാങ്ങ ഇതിലേക്ക് കൊട്ട്, അല്ലെങ്കിൽ ഇതാ മാങ്ങയിലേക്ക് കൊട്ട്. നല്ലപോലെ ഇളക്കണം. നല്ലെണ്ണയാണിത്. ഞാൻ കുറച്ചേ ഒഴിക്കാറുള്ളൂ. പിന്നെ കൂടുതൽ കാലം വെക്കണം എന്നുള്ളവർക്ക് നിറയെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് നല്ലെണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ട് മേലെ ഒഴിച്ച് വെക്കണം. നന്നായി അടച്ച് വെക്കണം. അപ്പോൾ പിന്നെ അത് കേട് വരില്ല, കുറേ കാലം ഇരിക്കും. ഇതുപോലെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാനിതിൽ കായം പൊടിച്ചിട്ടിട്ടില്ല. ഞാൻ കായം വറുത്ത് ഇതിൽ പൊടിച്ച് ചേർക്കും. 1-2 ദിവസം ഇരുന്ന് പഴകുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് വരിക. കേട്ടോ, അടിപൊളി അച്ചാറായില്ലേ. ഇതും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ
ഇഷ്ടം പോലെ ചോറുണ്ണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണു. ഇതുവരെ കണ്ടവർക്കും ഇനി കാണുന്നവർക്കും പുതിയതായിട്ട് കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ ഇതറിയിക്കണം. ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു.